Welcome to Garam Masala, the magic spices of cooking. ബനാന ഹൽവ. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഹൽവയായ ബനാന ഹൽവ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു സ്വീറ്റ് ആണിത്. ഇതിനു വേണ്ടി നമുക്ക് 1/4 കിലോ ശർക്കര എടുക്കാം. ഈ ശർക്കരയെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ അരിച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായി പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. 1/2 കിലോ നേന്ത്രപ്പഴമാണിത്. നമുക്കിതിനെ ചോപ്പ് ചെയ്ത് വെക്കണം. അടുത്തതായി നമുക്ക് 1/2 കപ്പ് നെയ്യാണ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക് പാൻ ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സോ ആൽമണ്ട്സോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാന ചേർക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിനു ശേഷം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഈ ബനാന നന്നായി സോഫ്റ്റ് ആയി വരണം. ചെറുതായൊന്ന് ഉടഞ്ഞു വരട്ടെ നമ്മുടെ ബനാന. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര അരിച്ചതിന് ശേഷം വേണം പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ ശർക്കരയിലെ വെള്ളമെല്ലാം വറ്റി വരണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇതിനെ വറ്റിച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൽവ ആയതുകൊണ്ട് നല്ല മധുരം വേണം. അതിനു വേണ്ടിയാണ് പഞ്ചസാര കൂടെ ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർത്തപ്പോൾ നമ്മുടെ ഹൽവ കുറച്ചൊന്ന് ലൂസ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റിനെ ഗ്രീസ് ചെയ്തെടുക്കാം. നമ്മുടെ ഹൽവയിലെ പഞ്ചസാരയും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി വന്നിട്ടുള്ള നെയ്യിൽ നിന്നും പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അഞ്ച് മിനിറ്റിന് ശേഷം മുഴുവൻ നെയ്യും ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നമ്മുടെ ഹൽവ മിക്സ് പാനിൽ നിന്നും വിട്ടുവരണം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇവ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഹൽവയിലോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റിലോട്ട് ഇതിനെ മാറ്റാം. ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ മുറിച്ചെടുക്കാം. നമ്മുടെ ഹൽവ തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഹോം മെയ്ഡ് ബനാന ഹൽവ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. ഈ ഹൽവയെ നമുക്ക് ഒരാഴ്ചയിലധികം സൂക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.